ഹായ് സ്റ്റുഡൻസ്, നമസ്കാരം. എല്ലാവർക്കും എക്സോൺ എജുവിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. പാഠത്തിൻ്റെ പേര് ഓർമ്മിക്കണം, ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ഇതൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായ വിനോദ് കുമാർ ശുക്ൽ. ഇപ്പോൾ വിനോദ് കുമാർ ശുക്ൽ എഴുതിയ ഒരു കവിതയാണ് ഏത് കവിത? ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതിയത് നമുക്കറിയാം നരേഷ് സക്സേന, അല്ലേ? അപ്പം നരേഷ് സക്സേന എഴുതിയ ഒരു കുറിപ്പാണ്, ഒരു ആസ്വാദന ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. ആരുടെ കവിതയെക്കുറിച്ച്? അതായത് വിനോദ് കുമാർ ശുക്ലയുടെ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന എഴുതിയ ഒരു ആസ്വാദന ടിപ്പണി, ഒരു കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. വിനോദ് കുമാർ ശുക്ല ആധുനിക ഹിന്ദി സാഹിത്യ का प्रमुख कवि और कहानीकार थे. ഓക്കെ, മാത്രമല്ല നരേഷ് സക്സേന കവിയാണ്, മാത്രമല്ല നാടക പ്രവർത്തനം കൂടിയാണ്, അല്ലേ? ഒരു എഡിറ്റർ കൂടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള അറിയപ്പെടുന്ന രണ്ട് എഴുത്തുകാർ, അല്ലേ? അപ്പം വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് ആര് ടിപ്പണി എഴുതുന്നു? നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പേ എന്താണ് ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചുരുക്കി ഒന്ന് പറയാം. മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മാനവികമായ ആ സംവേദനത്തെക്കുറിച്ച്, അല്ലേ? മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച്, അല്ലേ? മനുഷ്യനെ എങ്ങനെ മനുഷ്യനായി കാണണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ് ആര്? ഈ കവിതയിലൂടെ നമ്മുടെ നരേഷ് സക്സേന. ആരുടെ കവിതയെക്കുറിച്ചാണ്? വിനോദ് കുമാർ ശുക്ലയുടെ കവിതയിലൂടെ നരേഷ് സക്സേന പറയുകയാണ്. അപ്പോൾ മനുഷ്യത്വം എന്ന വികാരം നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഏത് പാഠം? ഈ പാഠം നമ്മളെ മുന്നിൽ. അതാണ് ഈ പാഠത്തെ ഏറ്റവും വലിയ ഒരു തത്വം, ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പാഠം പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ കവിത ഒന്ന് പരിചയപ്പെടാം. ഏത് കവിത? വിനോദ് കുമാർ ശുക്ല എഴുതിയ ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന് പറയുന്ന കവിത നോക്കാം. ആ കവിതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ടിപ്പണിയാണ്, അതിൻ്റെ ഒരു കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. നമുക്ക് ആദ്യം വിനോദ് കുമാർ ശുക്ലയുടെ ആ കവിത നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിചയപ്പെടാം. ആരുടെ കവിത? വിനോദ് കുമാർ ശുക്ലയുടെ ഒരു കവിത നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിചയപ്പെടാം. ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹി ജാൻതാ തേ. വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശാ കോ ജാൻതാ. നിരാശയെ അറിയാമായിരുന്നു. ഹതാശാ കോ ജാൻതാ. നിരാശയെ അറിയാമായിരുന്നു. ഇസ്ലിയേ മേ ഉസ് വ്യക്തി കെ പാസ് ഗേ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. മൈനെ ഹാത്ത് ബഡായ. ഞാൻ കൈനീട്ടി. മേരാ ഹാത്ത് പകടുക്കർ വഹ് ഖടാ ഹുവ. എൻ്റെ കൈപിടിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. മുജേ വഹ് നഹി ജാൻതാ. എന്നെ അയാൾക്കറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ തേ. എൻ്റെ കൈനീട്ടൽ അയാൾക്കറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ. ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ദോനോ ഏക് ദൂസരോം കി നഹി ജാൻതേ. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ തേ. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇതാണ് നമ്മുടെ പാഠം. കവിതാക്ക് അർത്ഥം. നമുക്ക് കവിതയുടെ അർത്ഥം എന്താണെന്ന് പഠിക്കാം. എന്താണ് കവിതയുടെ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് നോക്കാം. വിനോദ് കുമാർ ശുക്ല की कविता हताशा एक व्यक्ति बैठ गया था पर നരേഷ് സക്സേന की टिप्पणी एक പാഠം. ഈ പാഠം എന്താണ്? വിനോദ് കുമാർ ശുക്ല की कविता, വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയായ ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ पर നരേഷ് സക്സേന की टिप्पणी एक പാഠം. ഇപ്പോൾ നരേഷ് സക്സേനയുടെ ഒരു ടിപ്പണിയാണ്, ഒരു കുറിപ്പാണ് ഈ പാഠം, അല്ലേ? അപ്പം ആരുടെ കവിതയ്ക്ക്? വിനോദ് കുമാർ ശുക്ല എഴുതിയ. പക്ഷേ ഈ കവിത മാത്രമല്ല, ഈ കവിത ഇസ് കവിതാമേ മൗലികത. എന്താണ് മൗലികത? തനിമ. ഓർമ്മിക്കണം, മൗലികത എന്ന് പറഞ്ഞാൽ തനിമ. ഈ കവിത തനിമയും
കാവ്യയ്ക്ക് സുന്ദരത, കാവ്യത്തിൻ്റെ സൗന്ദര്യവും ദേഖ് സക്തായെ കാണാൻ കഴിയും. ഈ കവിതയിൽ നല്ല മനോഹരമായ ഒരു കവിതയാണ്. ഈ കവിതയിൽ മൗലികതയുണ്ട്, തനിമയുണ്ട്, കാവ്യത്തിൻ്റെ സുന്ദരത, സൗന്ദര്യം ദേഖ് സക്തായെ കാണാൻ കഴിയും. അപ്പം കാവ്യ സൗന്ദര്യമുള്ള ഒരു കവിതയാണ് ഈ കുഞ്ഞു കവിത. ഏത് കവിത? ഹതാശാ സെ വ്യക്തി ബൈഠ് ഗയാ താ. മാത്രമല്ല സരൾ ശബ്ദവും സെവനി, ലളിതമായ ശബ്ദവും വാക്കുകൾ കൊണ്ട് ബെനി ഉണ്ടാക്കിയ കവിതാക്കാർത്ത്, കവിതയുടെ അർത്ഥം വിശാൽ ഹെ, വളരെ വിശാലമാണ്. വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച കവിതയുടെ അർത്ഥം എന്താണ്? വളരെ വിശാലമാണ്. ഒരു വിശാലമായ ഒരു സൗന്ദര്യബോധം ജനിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു കവിതയാണ് ആരുടെ കവിത? ഈ നരേഷ് സക്സേന എഴുതിയ ഈ കുറിപ്പ്. ആരുടെ കവിതയെക്കുറിച്ച്? വിനോദ് കുമാർ ശുക്ലയുടെ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന എഴുതിയ ഒരു കുറിപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കണം. വിനോദ് കുമാർ ശുക്ല की कविता हताशा से एक व्यक्ति बैठ गया था पर नरेश सक्सेना का टिप्पणी यह पाठ. ഈ കവിതയിൽ മൗലികമായ തനിമയുണ്ട്, കാവ്യയ്ക്ക് സുന്ദരത, കാവ്യത്തിന്റെ സൗന്ദര്യം ദേഖ് സക്തായെ കാണാൻ കഴിയും. സരൾ ശബ്ദം സെവനി, സരളമായ വാക്കുകൾ കൊണ്ട് ബെനി ഉണ്ടാക്കിയ കവിതാക്കാർത്ത്, കവിതയുടെ അർത്ഥം വിശാല, വളരെ വിശാലമാണ്. ഒരു വിശാലമായ അർത്ഥമുള്ള ഒരു കവിതയാണ് ഏത് കവിത? ഈ ഹതാശാസ വ്യക്തി ബൈഠ് ഗയാ താ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു എന്നത്. ലേഖകന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയെ അറിയുക എന്നത് അദ്ദേഹത്തിൻ്റെ ഹതാശ അറിയണം, അദ്ദേഹത്തിൻ്റെ നിരാശ അറിയുക എന്നാണ്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഉൻകെ മധുമേ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കിസി വ്യക്തിക്കോ ജാനാക്കാർത്ത്, ഏതെങ്കിലും വ്യക്തിയെ അറിയുക എന്നതിൻ്റെ അർത്ഥം ഉസ്കെ, അയാളുടെ നാം, പേര്, പദ, അഡ്രസ്, ഉമ്ര, വയസ്സ്, ജാതി, ഓഹദെ, പദവി, ആദിക്കോ ജാനാനഹി, അറിയുക എന്നല്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ അറിയുക എന്നത് അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും പദവിയും ഒന്നും അറിയുക എന്നതല്ല. ബൽക്കി, മറിച്ച് ഉസ്കി, അയാളുടെ ഹതാശ, നിരാശ, ഹതാശ അറിയണം, അയാളുടെ സങ്കടം, ഹതാശ അറിയണം, നിരാശ അറിയണം, നിസ്സഹായമായ അവസ്ഥ അറിയണം, അസഹായത, അസഹായമായ അവസ്ഥ അറിയണം, സങ്കടം അറിയണം. ഇതൊക്കെ അറിയുക, ജാനാഹെ, അറിയുക എന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ? ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കണം. എന്താണ്? ഉൻകെ മധുമേ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കിസി വ്യക്തിക്കോ ജാനാക്ക അർത്ഥം, ഒരു വ്യക്തിയെ അറിയുക എന്നതിന്റെ അർത്ഥം ഉസ്കെ, അദ്ദേഹത്തിന്റെ നാം, പേര്, പദ, അഡ്രസ്, ഉമ്ര, വയസ്സ്, ജാതി തന്നെ, ജാതി, ഓഹദെ, പദവി, ആദിക്കോ ജാനാനഹി, മുതലായവ അറിയുക എന്നല്ല, ബൽക്കി, മറിച്ച് ഉസ്കി, അയാളുടെ ഹതാശ അറിയണം, ഹതാശ, അയാളുടെ പ്രശ്നങ്ങൾ, നിരാശ, അത് തന്നെയാണ് ഹതാശ, നിരാശ തന്നെ. ഓ അസഹായതമായ അവസ്ഥ, നിസ്സഹായമായ അവസ്ഥ, സങ്കടം, ഇതൊക്കെ അറിയണം, ഇതൊക്കെ അറിയുക എന്നതാണ് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ കവിതയിൽ എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്? ഈ ജാന എന്ന് പറയുന്ന ശബ്ദം പാടെ മാറ്റിക്കളയുന്നു, മറഞ്ഞു പോകുന്നു, പാടെ, അത് മാറ്റി മറിക്കുകയാണ് ഈ പാഠം. ജാന എന്ന് പറയുന്ന അർത്ഥത്തെ പാടെ മാറ്റി മറിക്കുന്നു, അപ്പം ഒരു വ്യക്തി അറിയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അറിയണം, പേരറിയണം, ജാതിയൊക്കെ അറിയണം. പക്ഷേങ്കിൽ അതൊന്നുമല്ല അറിയേണ്ടത്. എന്തിനാണ് അറിയേണ്ടത്? ജാന എന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഹതാശ അറിയണം, ഒരു വ്യക്തിയുടെ നിസ്സഹായമായ അവസ്ഥ അറിയണം, നിരാശ അറിയണം, സങ്കടം അറിയണം. ഇത് തന്നെയാണ് പറയുന്നത്. ഈ കവിത ശരിക്കും തികച്ചു പറയുകയാണെങ്കിൽ എന്താണ് ഈ കവിത മനുഷ്യക്ക് തരെ, മനുഷ്യനെ പോലെ ജാന്യയ്ക്ക് അറിയുവാൻ പ്രേരണാദേനി വാലിക്ക് പ്രേരിപ്പിക്കുന്നു. ഈ കവിത മനുഷ്യനെ പോലെ അറിയുവാൻ പ്രേരിപ്പിക്കുന്ന കവിതയാണ് ഹതാശാസ വ്യക്തി ബൈഠ് ഗയാ താ. എന്താണ് ഈ കവിത മനുഷ്യക്ക് തരെ, മനുഷ്യനെ പോലെ ജാന്യെ അറിയുവാൻ പ്രേരണാദേനെ വാലി പ്രേരിപ്പിക്കുന്ന കവിതയാണ് ഏത് കവിത? ഹതാശാസ വ്യക്തി ബൈഠ് ഗയാ താ. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നമുക്ക് പഠിക്കാം. വിനോദ് കുമാർ ശുക്ല की कविता हताशा से व्यक्ति बैठ गया था पर नरेश सक्सेना की टिप्पणी यह पाठ. सरल शब्दों से बनी कविता का अर्थ विशाल और अजीब है, വളരെ വിശാലമാണ്, അജീവമാണ്. किसी व्यक्ति को जानना का नाम, ഒരു വ്യക്തി അറിയുക എന്നർത്ഥം उसका नाम, पद, उम्र, ओहद नहीं जानना. उसकी हताशा और निराशा जानना, ആ വ്യക്തിയുടെ നിരാശ അറിയണം. ഒരു വ്യക്തിയുടെ നിരാശയാണ് അറിയേണ്ടത്, അല്ലാതെ അയാളുടെ പേരോ അഡ്രസ്സ് ഒന്നും അല്ല അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? അയാളുടെ ജാതി ഒന്നുമല്ല അറിയേണ്ടത്. അയാളുടെ എന്താ അറിയേണ്ടത്?
നിസ്സഹായമായ അവസ്ഥ, നിരാശ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യക്ക് തെരെ മനുഷ്യനെ പോലെ ജാനി അറിയുവാൻ പ്രേരണ്ടേനെ വാലിയെ പ്രേരിപ്പിക്കുന്ന കവിതയാണ്. ഏത് കവിത? ഹതാശാസെ വ്യക്തി ബൈട്ടുകയാണ് അല്ലേ. വളരെ ചെറിയൊരു കവിതയാണ്. ഈ കവിതയ്ക്ക് ഇങ്ങനെയുള്ള വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതയ്ക്ക് മനോഹരമായ ഒരു വ്യാഖ്യാനം, ഒരു ടിപ്പണിയാണ് നമുക്ക് ആര് നൽകുന്നത്? നരേഷ് സക്സേന നൽകുന്നത്. ആ പാഠഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ്. എന്ത് മനോഹരമാണ് ഈ കുറിപ്പ് അല്ലേ. നമുക്ക് പഠിക്കാനുള്ളത് ജാന എന്നത് അല്ലേ. ഇപ്പം ജാനയ്ക്ക് രൂട്ടിഗ്രസ്ത് അറിയുവാനുള്ള പാരമ്പര്യമായ അടിസ്ഥാനം, ഒരു വ്യക്തിയെ അറിയുവാനുള്ള പാരമ്പര്യമായ അടിസ്ഥാനം. ഇപ്പോൾ രൂട്ടിഗ്രസ്ത് എന്താണ്? പാരമ്പര്യം. ആ രൂട്ടിഗ്രസ്ത് പാരമ്പര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അറിയുവാനുള്ള ആ പാരമ്പര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഏക് വ്യക്തി കാ നാം, ഒരു വ്യക്തിയുടെ പേര് നാം. അതുപോലെ ഏക് വ്യക്തി കാ പദ, ഒരു വ്യക്തിയുടെ അഡ്രസ്. ഏക് വ്യക്തി കാ ഉമ്ര, ഒരു വ്യക്തിയുടെ വയസ്സ്. ഏക് വ്യക്തി കാ ഓഹദെ, ഒരു വ്യക്തിയുടെ പദവി. ഏക് വ്യക്തി കാ ജാതി, ഒരു വ്യക്തിയുടെ ജാതി. ഇതാണ് അറിയുവാനുള്ള പാരമ്പര്യമായ അടിസ്ഥാനം. പക്ഷെങ്കിൽ ഇതൊന്നുമല്ല, ലേഖകൻ പറയുകയാണ് ഒരു വ്യക്തി അറിയേണ്ടത് ഇങ്ങനെയൊന്നുമല്ല, മറിച്ച് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ലേഖകൻ പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ഉസ്കി അദാശ, അയാളുടെ ദാശ അറിയണം. ഉസ്കി നിരാശ, അയാളുടെ നിരാശ അറിയണം. ഉസ്കി അസഹായത, അയാളുടെ അസഹായത അറിയണം. ഉസ്ക സങ്കടം, ഇതാണ് അറിയേണ്ടത്. മറിച്ച് അയാളുടെ നാമല്ല, പദയല്ല, ഉമ്രയല്ല, ഓഹദയല്ല, ജാതിയല്ല. ബൽക്കി മറിച്ച് എന്തറിയണം? ഉസ്കി അദാശ, അയാളുടെ അദാശ അറിയണം. ഉസ്കി നിരാശ അറിയണം അല്ലേ. ഇതാണ് ജാന്യക്ക് അസലി ആധാർ, അറിയുവാനുള്ള അടിസ്ഥാനപരമായ ഘടകം. അസലി യഥാർത്ഥമായ അടിസ്ഥാനപരമായ ആധാർ, അടിസ്ഥാനം അല്ലേ. ഒരു വ്യക്തിയെ തിരിച്ചറിയുവാനുള്ള അടിസ്ഥാനകരമായ ആധാരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദാശയാണ്, നിരാശയാണ്. മറിച്ച് അയാളുടെ പാരമ്പര്യമായ അറിയണ്ട, അറിയണ്ട, ഉമ്ര അറിയണ്ട, ഓഹദ അല്ല. എന്താണ് അറിയേണ്ടത്? അയാളുടെ അദാശയാണ്, നിരാശയാണ് എന്ന വലിയൊരു തത്വം, വലിയൊരു സന്ദേശം അല്ലേ, ഒരു സംഭവം നമുക്കിതിൽ കാണാൻ പറ്റും. ഈ വലിയൊരു തത്വത്തിൽ അല്ലേ. അതുമാത്രമല്ല, ഈ പാഠത്തിലെ മെയിനായിട്ടുള്ള സംഗതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും ബാരിഖാരികൻ. എന്താണ് ബാരിഖാരികൻ? രചനാ കൗശലം. ഈ കവിതയിലുണ്ട് രചനാ കൗശലം അല്ലേ. എന്താണ്? സൂക്ഷ്മമായ രചനാ കൗശലം. ബാരിഖാരിക മീൻസ് സൂക്ഷ്മമായ നിർമ്മിതിയാണ് അല്ലേ. ഈ കവിത വളരെ സൂക്ഷ്മപരമായി നിർമ്മിച്ചിരിക്കുന്നു. രചനാ കൗശലം വളരെ മനോഹരമാക്കി തീർത്തിരിക്കുകയാണ് ഈ കവിതയിൽ അല്ലേ. ആരാണ്? വിനോദ് കുമാർ ശുക്ല അല്ലേ. അപ്പം ഇതിലെ രചനാ കൗശലം നമ്മുടെ മനസ്സിനെ ചൂനെ വാലിയെ സ്പർശിക്കുന്നു, നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പർശിക്കുന്നുണ്ട് അല്ലേ. ഇതിലെ രചനാ കൗശലം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കവിതയിലെ ഏറ്റവും വലിയൊരു സന്ദേശം നമുക്ക് കാണാൻ കഴിയുന്നത് സടക്കുപ്പർ ഗായൽ പടേ, റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതമായ വ്യക്തിയെ നാം കണ്ടിട്ട്, റോഡിൽ ഒരാളിങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതമായ വ്യക്തിയെ കണ്ടിട്ട് അല്ലേ, നമുക്ക് അയാളെ അറിയില്ല എന്നും പറഞ്ഞ്, അയാൾക്ക് എന്തോ അപകടം പറ്റി ഇരിക്കുകയാണ്, അയാളെ നമുക്ക് അറിയില്ല എന്നും പറഞ്ഞ് നമുക്ക് മാറിക്കളയാൻ പറ്റുമോ? നമ്മൾ അയാളെ സഹായിക്കണ്ടേ അല്ലേ. അവിടെയാണ് നമ്മുടെ മനുഷ്യത്വം. അല്ലാതെ എനിക്ക് അയാളെ അറിയില്ല എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യക്ക് തെരേക്ക് ജാനേക്ക് പ്രേരണേനെ വാലി, ഈ കവിത മനുഷ്യനെ പോലെ അറിയുവാൻ പ്രേരിപ്പിക്കുന്ന കവിതയാണ്. ഏത് കവിത? ഹതാശാസ് ഏക് വ്യക്തി ബൈട്ടുകയാണ് അല്ലേ. സടക്ക് പാർ ഗായൽ പടേ, അപരിചിത വ്യക്തിക്കോ ദേക്കർ, അപരിചിതമായ വ്യക്തിയെ കണ്ടിട്ട് ഹം നഹി ജാന, നമുക്കറിയില്ലെന്ന് പറയാൻ, ഹമാരി മദദ് സരൂർദേ, നമ്മുടെ സഹായം അവർക്ക് ആവശ്യമാണ് അല്ലേ. നമ്മൾ അതിൽ മദദ് സഹായിക്കണം, നമ്മുടെ സഹായം ആവശ്യമാണ് എന്നൊരു സന്ദേശം, എന്നൊരു സംഭവം നമുക്കിതിലൂടെ കാണാൻ പറ്റും ഈ പാഠത്തിലൂടെ അല്ലേ. അപ്പോൾ മനുഷ്യനായി കാണുക എന്നതാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യനായി കാണണം? മനുഷ്യത്വം എന്ന വികാരമാണ് നമുക്ക് ഈ പാഠം കാണിക്കുന്നത് അല്ലേ. ഇതിലെ ചിലപ്പോൾ ഗസൽ മോഡുകൾ, ഒരു ഗസലിൻ്റെ താളം കാണുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു, കൈനീട്ടാൻ അറിയാമായിരുന്നു, സാ സാ ചൽത്താ ഹൈ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗസലിൻ്റെ ഒരു മോഡ്, ഒരു ഗസലിൻ്റെ ഒരു താളം അല്ലേ, ശ്രോതാക്കളുടെ വായിൽ ഇങ്ങനെ നാവിൻ്റെ ജുബാൻ അല്ലേ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായി കാണാൻ പറ്റും. ഒരു ഗസലിൻ്റെ താളം, ഒരു ഗസലിൻ്റെ ഒഴുക്ക് ഈ പാഠത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ഈ പാഠത്തിലെ സംഗതികളിലൂടെ നമുക്ക് കടന്നു പോകണം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർമ്മിക്കണം, വിനോദ് കുമാർ ശുക്ലയ്ക്ക് കവിത ഹതാശാസ് ഏക് വ്യക്തി ബൈठ गया था पर नरेश सक्सेना की टिप्पणी यह पाठ सरल शब्दों से विनी कविता का अर्थ विशाल और अजीब है. किसी व्यक्ति को जानना का नाम, पद, उम्र, ओहद नहीं जानना, उसकी आदाशा और निराशा जानना.
इस कविता मनुष्य को मनुष्य की तरह जानने की प्रेरणा देने वाली है. ഈ കവിത മനുഷ്യനെ പോലെ അറിയുവാൻ പ്രേരിപ്പിക്കുന്നു. ഏത് കവിത? ഹതാശാ സെ വ്യക്തി ബൈഠ് ഗയാ താ അല്ലേ? മാത്രമല്ല ഇതിലെ ഒരു നാടോടി പാട്ടിൻ്റെ താളം എന്ന് പറയുമ്പോൾ ഇതിലെപ്പോഴും കാണുന്ന ഒന്നാണ് അറിയില്ല അറിയാം, അറിയില്ല അറിയാം അല്ലേ? ഇപ്പൊ നെഹി ജാന ഓർ ജാന, അറിയില്ല അറിയാം എന്നൊക്കെ പറയുമ്പോൾ നെഹി ജാന ഓർ ജാന ലോകഗീതയ്ക്ക് സ്ഥായിക്ക് തെരക്ക് ബാർ ബാർ ലൗട്ടത്താ ഹൈ. ഒരു നാടൻ പാട്ടിന്റെ ആദ്യ വരി പോലെ ബാർ ബാർ ലൗട്ടത്താ ഹൈ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഏത് കവിതയിൽ? ഹതാശാ സെ വ്യക്തി ബൈഠ് ഗയാ താ. എന്താണ് ആവർത്തിക്കുന്നത്? നെഹി ജാന ഓർ ജാന അല്ലേ? അറിവും അറിവില്ലായ്മയും അല്ലേ? ലോകഗീത് നാടൻ പാട്ടിന്റെ സ്ഥായിക്ക് തിരക്ക് ആദ്യ വരി പോലെ ബാർ ബാർ ലൗട്ടത്തായി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഒരു സുന്ദരമായ ആവിഷ്കാരമാണ് ഈ കവിതയ്ക്ക് നമ്മുടെ വിനോദ് കുമാർ ശുക്ല നൽകിയിരിക്കുന്നത്. ഒരു നാടൻ പാട്ടിന്റെ രുചി അല്ലേ? അറിവിനെ കുറിച്ച് പറയുന്ന അറിവ് എന്ന് പറയുന്ന ആ പദത്തെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ പാഠം അദ്ദേഹം അല്ലേ? ഈ ലേഖനത്തിൽ അല്ലേ നമ്മൾ നോക്കാം. അറിവിനെ പാടെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു പാഠം. ഹതാശാ സെ വ്യക്തി ബൈഠ് ഗയാ താ. കവിത കാ സന്ദേശ്. എന്താണ് കവിതയുടെ സന്ദേശം നമുക്ക് നോക്കാം. നോക്കിക്കോ, കവിത കാ സന്ദേശ് ദോ അല്ലേ? കവിത കാ സന്ദേശ് കി ഹെ. ഇതാകുന്നു കവിത. എന്താണ് കവിതയുടെ സന്ദേശം? ദോ മനുഷ്യോം കെ ബീച്ച്, രണ്ട് മനുഷ്യർക്കിടയിൽ, ബീച്ച് ഇടയിൽ, മനുഷ്യതാക്ക മനുഷ്യത്വത്തിൻ്റെ അല്ലേ? അഹസാസ് യാനി അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹെ. രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ മാനവീയമായ സംവേദന ജരൂരിയെ ആവശ്യമാണ്. രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം എന്ന് പറയുന്ന വികാരം ഉണ്ടായിരിക്കണം അല്ലേ? മാത്രമല്ല ജാൻകാരിയാം നെഹി ജരൂരി, അറിവുകൾക്ക് അവിടെ ആവശ്യമില്ല. അവിടെ അറിവുകൾ ആവശ്യമുണ്ടോ അല്ലേ? അറിവുകൾ അവിടെ ആവശ്യമില്ല. അപ്പം കവിത കാ സന്ദേശ് കി ഹേ ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യതാ കാ അഹസാസ് യാനി മാനവീയ സംവേദന ഹോനി ജരൂരി ഹേ. രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം എന്ന മാനവീയ സംവേദന ആവശ്യമാണ് എന്ന ഒരു സന്ദേശം നമുക്ക് ഈ പാഠം നൽകുന്നുണ്ട് ഈ കവിത. നമ്മുടെ ഇന്നത്തെ ഈ പാഠഭാഗം ഹതാശാ സെ വ്യക്തി ബൈഠ് ഗയാ താ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.